മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം വായിച്ചു നോക്കടോ. മനോഹരമായ ചരിത്രമാണ്, കണ്ണ് നിറഞ്ഞു പോകുന്ന ചരിത്രമാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അവിടത്തെ മരണമെടുത്തു എന്ന് മനസ്സിലാവുകയാണ്. തന്റെ മരണമെടുത്തെന്ന് മനസ്സിലാകുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തയ്യാറാവുകയാ. എന്നിട്ട് റൂമിനകത്ത് ഇങ്ങനെ കിടക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമാനെ അടുത്തു വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, എന്റെ മരണം അടുത്തിരിക്കുന്നു ഫാത്തിമ. പൊരുത്തം ചോദിക്കുകയാണ്, ഉപദേശങ്ങൾ കൊടുക്കുകയാണ്, യാത്ര പറയുകയാണ്. അതാ തന്റെ ഭർത്താവ് ഫാത്തിമയോട് അവിടെന്ന് യാത്ര പറയുകയാണ്. എന്നിട്ട് അവിടെന്ന് പറഞ്ഞു, ഫാത്തിമ, എന്റെ മരണമെടുത്തിരിക്കുന്നു ഫാത്തിമ. ഫാത്തിമയോട് പറയുന്നു, ഫാത്തിമത്തു ഖുമീ, വാതിലടച്ചിട്ട് പുറത്തിറങ്ങു ഫാത്തിമ. ഈ റൂമിന്റെ വെളിയിലേക്ക് ഇറങ്ങു ഫാത്തിമ. ഈ റൂമിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് വാതിലടയ്ക്കാൻ പറയുകയാണ്. ഫാത്തിമ ചോദിക്കുകയാണ്, നിങ്ങളുടെ മരണം അടുത്തിരിക്കുകയാണ്, ഈ സമയമല്ലേ ഒരു ഭാര്യ കൂടെ നിൽക്കേണ്ടത്? ഈ സമയത്തല്ലേ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടത്? ആ സമയത്താണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാ, ഇന്നി അറാ, അവിടെന്ന് പറയുന്നു ഫാത്തിമ, ഞാൻ കാണുന്നു ഫാത്തിമ. അവിടെന്ന് പറയുന്നു, ഫാത്തിമ, മനുഷ്യനെയും ജിന്നുകളെയും അല്ലാത്ത ഒരു വിഭാഗത്തെ ഞാൻ കാണുന്നു ഫാത്തിമ. അതിഥികൾ വരുന്നു ഫാത്തിമ, അതിഥികൾ വരുന്നു ഫാത്തിമ. വാതിലടച്ചിട്ട് പുറത്തിറങ്ങ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയോട് പറയുന്നു, വാതിലടച്ച് പുറത്തിറങ്ങാൻ അവിടെന്ന് നിർബന്ധിക്കുകയാണ്. അങ്ങനെ ഫാത്തിമയതാ വാതിലടച്ച് പുറത്തിറങ്ങി. പടച്ചവനെ അനക്കമില്ല. ഫാത്തിമ ഒളിഞ്ഞു നോക്കുകയാണ്. പടച്ചവനെ, ആരാണ് തന്റെ ഭർത്താവിനെ കാണാൻ വരുന്നത്? കൂട്ടുകാര് വരുന്നെന്ന് പറഞ്ഞല്ലോ, അതിഥികൾ വരുന്നെന്ന് പറഞ്ഞല്ലോ, ആരാണെന്ന് പതുക്കെ നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുകയാ, അസ്സലാമു അലൈക യാ അസ്റായീൽ. അവിടെ ഇസ്രായേലിനോട് സലാം പറയുകയാണ്. അസ്സലാമു അലൈക യാ ഇസ്രായീൽ. അവിടെ ഇസ്രായേലിനോട് സലാം പറയുകയാ. അവിടെ സലാം പറയുകയാ. മർഹബാ സ്വീകരിക്കുകയാണ്. വാസിറായില്, വാസിറായില്. പടച്ചവനെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഇസ്രായേലിനോട് സലാം പറയുകയാണ്. ഫാത്തിമ ഒളിഞ്ഞു നോക്കുകയാ. ഫാത്തിമ ഒളിഞ്ഞു നോക്കുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഓതുകയാണ്. ഏതായത്താ ഓതിയതെന്നറിയുമോ? തിൽകദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഇസ്രായേലിനോട് സലാം പറയുകയാണ്. അത് കഴിഞ്ഞ് പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഓതുകയാ. തിൽകദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത്. മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത്. ഈ ആയത്ത് പാരായണം ചെയ്യുകയാണ്. അത് കഴിയുമ്പോ തന്റെ മുഖത്തേക്ക് തുണിയെടുത്തിട്ടിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടുന്ന് സഹാദത്ത് കലിമ പറയുകയാണ്. അവിടുന്ന് സഹാദത്ത് കലിമ പറയുകയാണ്. ഫാത്തിമ നോക്കുമ്പോ പിന്നെ അനക്കമില്ലടോ, പിന്നെ ശബ്ദമില്ലടോ. വാതില് തുറന്ന് അകത്തേക്ക് ഓടി ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്,
ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുകയാണ്. ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. പടച്ചവനെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മരിച്ചിരിക്കുകയാ. റബ്ബേ, റൂമിനകത്ത് വല്ലാത്ത സുഗന്ധമാ, റൂമിനകത്ത് വല്ലാത്ത സുഗന്ധമാ. പടച്ചവനെ, ജനാസ കാണാമെന്നവർ മുഴുവനും പറയുകയാണ്, വല്ലാത്ത സുഗന്ധമാണല്ലോ, വല്ലാത്ത സുഗന്ധമാണല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ ചുമന്നവർ പറയുകയാ, എന്തൊരു സുഗന്ധമാ റബ്ബേ. അതാ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ജനാസ കബറടക്കി. എന്നിട്ട് പള്ളിയിൽ വന്നവര് മുഴുവനും പറയുന്നത് എന്തെന്നറിയുമോ? അസ്റായിലിനോട് സലാം പറഞ്ഞു. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിലെ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത് എന്ന ഖുർആനിന്റെ ആയത്തോതി. എന്നിട്ട് പടച്ചവനെ, ശഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ് മരിച്ചത്. വല്ലാത്ത സുഗന്ധമായിരുന്നു. പടച്ചവനെ, മയ്യത്ത് നിസ്കരിക്കാം എന്നവര് മുഴുവനും ഇത് തന്നെയാണ് ചർച്ച. പള്ളിയിൽ ഒരുമിച്ച് കൂടിയവര് മുഴുവനും ഇതാണ് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ അവസാനം എന്തെടുത്തെന്നറിയുവോ? ആ വന്ന ജനങ്ങൾ മുഴുവനും നേരെ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ വീട്ടിലേക്ക് പോവുകയാ. ആ മയ്യത്ത് കാണാമെന്നവര്, ആ ജനാസ നിസ്കാരത്തിൽ പങ്കെടുത്ത നാട്ടുകാരുണ്ടല്ലോ, അവരെല്ലാവരും കൂടെ അതാ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാ. അവിടെ ചെന്നിട്ട് അവര് വിളിക്കുന്നു, യാ ഫാത്തിമ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഭാര്യയായ ഫാത്തിമ, നീ സങ്കടത്തിലാണെന്ന് ഞങ്ങൾക്കറിയാം, വലിയ പ്രയാസത്തിലാണെന്ന് ഞങ്ങൾക്കറിയാം, നിന്റെ ഭർത്താവിനെ പിരിഞ്ഞതിന്റെ വേദനയിലാണെന്ന് ഞങ്ങൾക്കറിയാം ഫാത്തിമ, നീ ഇദ്ദയിലാണെന്ന് ഞങ്ങൾക്കറിയാം ഫാത്തിമ. ഞങ്ങളെല്ലാവരും വന്നതെന്തിനാണെന്നറിയുവോ? ഞങ്ങൾക്കൊരു കാര്യം അറിയണം ഫാത്തിമ. നിന്റെ ഭർത്താവ് മരിച്ചപ്പോ അസ്റായിലിനോട് സലാം പറഞ്ഞല്ലോ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിലായത്തോതിയല്ലോ, ശഹാദത്ത് കലിമ പറഞ്ഞല്ലോ, വല്ലാത്ത സുഗന്ധമായിരുന്നു ഫാത്തിമ. നിന്റെ ഭർത്താവിന്റെ ജനാസയ്ക്ക് വല്ലാത്ത സുഗന്ധമായിരുന്നു. എന്ത് നന്മയാ ഫാത്തിമ നിന്റെ ഭർത്താവ് ചെയ്തിരുന്നത്, എന്ത് നന്മയാ ചെയ്തിരുന്നത്. ഞങ്ങൾക്കും അങ്ങനെ ഒരു മരണം വേണം ഫാത്തിമ, ഞങ്ങൾക്കും അതുപോലെ ഒരു നല്ല മരണം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിന്റെ ഭർത്താവ് ചെയ്ത നന്മ എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? അതറിയാനാ ഞങ്ങൾ മുഴുവനും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ ഭാര്യയോട് ചോദിക്കുമ്പോ മഹ്ദി പറഞ്ഞ മറുപടി എന്താ? മാകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് أكثر للناس صلاة ولا صياما. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ പറയുകയാണ്, എന്റെ ഭർത്താവ് ഒരുപാട് നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നെന്നോ, ഒരുപാട് നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നെന്നോ എന്നൊന്നും ഞാൻ പറയുകയില്ല. നിങ്ങളെ പോലെയാണ് എന്റെ ഭർത്താവ് ജീവിച്ചിരുന്നത്. നിസ്കാരം വളരെ കുറവാണ്, ഒരുപാട് നന്മകളൊന്നും എന്റെ ഭർത്താവിന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് ഞാൻ പറയൂല. പക്ഷേ എന്റെ ഭർത്താവിന് അല്ലാഹു ഇങ്ങനെ ഒരു മരണം കൊടുക്കാൻ കാരണം എന്തെന്നറിയുമോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ പറയുകയാണ്, ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല, എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിയുള്ള ഒരു മനുഷ്യരെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ പറയുകയാണ്, എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിയുള്ള ഒരാളെ ഞാൻ
ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. എന്റെ ഭർത്താവിന് അല്ലാഹനെ വല്ലാത്ത പേടിയായിരുന്നു. വാപ്പമാരേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ പറയുകയാ, മഹ്ദി പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? റുബമാ യദ്കുറുല്ലാഹ ഫില്ലൈൽ യദ്കുറുല്ലാഹ സുമ്മ യബ്ഖി ഹത്താ യുസ്ബിഹാ. ഒരു രാത്രിയിൽ ഞങ്ങൾ കിടപ്പറയിൽ കിടക്കുമ്പോ ഒരു ഭാര്യ പറയുകയാണ്, ഞങ്ങൾ കിടപ്പറയിൽ കിടക്കുമ്പോ ഞാൻ അല്ലാഹ് എന്നൊന്ന് പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ പേരെന്ന് പറഞ്ഞു. പടച്ചറപ്പേ, അല്ലാഹുവിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞപ്പോ സുമ്മ യബ്ഖി, എന്റെ ഭർത്താവിരുന്ന് കരയുകയാ. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്റെ ഭർത്താവിരുന്ന് കരയുകയാണ്. അല്ലാഹുവേ, സുബഹി വരെ അതാ ബെഡ്റൂമിനകത്തിരുന്നിട്ട് എന്റെ ഭർത്താവ് കരയുകയാ. നരകം പറഞ്ഞിട്ടല്ല, ഖബർ പറഞ്ഞിട്ടല്ല, മരണം പറഞ്ഞിട്ടല്ല, മസ്സറ പറഞ്ഞിട്ടല്ല, ഹിസാബ് പറഞ്ഞിട്ടല്ല, സിറാത്ത് പറഞ്ഞിട്ടല്ല, അല്ലാഹ് എന്ന് പറഞ്ഞപ്പോ അത് തന്നെയാണ് പരിശുദ്ധമായ ഖുർആനും പറഞ്ഞത്. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹ് എന്ന് പറയപ്പെട്ട് കഴിഞ്ഞാൽ വജിലത്തു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കിടങ്ങുകയാണ്, കൈകൾ വിറയ്ക്കുകയാണ്, കണ്ടടങ്ങൾ നിറഞ്ഞു വീഴുകയാണ്. അല്ലാഹ് എന്ന് പറഞ്ഞപ്പോ രാത്രി മുഴുവനും എന്റെ ഭർത്താവിരുന്ന് കരയുകയാ. കാരണം അല്ലാഹനെ വല്ലാത്ത പേടിയായിരുന്നു. നാട്ടുകാരല്ല പറഞ്ഞത്, അയൽവാസികളല്ല പറഞ്ഞത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ പറയുകയാണ്, എന്റെ ഭർത്താവിന് അല്ലാഹനെ വല്ലാത്ത പേടിയായിരുന്നു. ചരിത്രം എടുത്ത് വായിച്ചു നോക്കടോ, വല്ലാത്ത പേടിയായിരുന്നു. സ്വന്തമായിട്ട് വിചാരണ ചെയ്യുമായിരുന്നു. അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഒരു മനുഷ്യന്റെ ജനാസ ഖബറടക്കാൻ പോയതാണ്. പള്ളിപ്പറമ്പിൽ ഖബറടക്കാൻ പോയി. ജനാസ ഖബറടക്കി കഴിഞ്ഞപ്പോ എല്ലാവരും ഇറങ്ങി പോവുകയാണ്, എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പള്ളിപ്പറമ്പിൽ നിന്ന് പോകുന്നില്ല. കൂടെ വന്നവര് വിളിക്കുന്നു, വാദങ്ങള് എന്തിനാ ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, എല്ലാവരോടും പോകാറ്. പടച്ചവനെ, എന്തിനാ തങ്ങളെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? മയ്യത്ത് കുളിപ്പിച്ചല്ലോ, കഫം പൊതിഞ്ഞല്ലോ, നിസ്കരിച്ചല്ലോ, ഖബറടക്കിയല്ലോ, ഇനി എന്തിനാ ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, എല്ലാവരും പോകാറ്. അങ്ങനെ എല്ലാവരെയും പറഞ്ഞു വിട്ടടോ. ജനങ്ങൾ പോയെന്ന് മനസ്സിലാക്കുമ്പോ ആ പള്ളിപ്പറമ്പിലെ ഒരു പഴയ ഖബറിന്റെ ചാരത്ത് പോവുകയാ, ഒരു പഴയ ഖബറിന്റെ ചാരത്ത് പോവുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഇരിക്കുകയാ. ആ ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാണ്. ആ ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അതാ ഖബറിന്റെ ചാരത്തിരുന്ന് താടിരോമത്തിലൂടെ കണ്ണുനീര് ഒഴുകുകയാണ്. ഒന്നും മിണ്ടാതെ ഇരുന്ന് കരയുകയാ. ഒരുപാട് നേരമായി അവിടെ ഇരുന്ന് കരയുകയാ. ഒരുപാട് സമയമായിട്ടും മിണ്ടാതെ വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനോട് ഖബർ ചോദിക്കുന്നു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഒരുപാട് നേരമായല്ലോ ഇരിക്കാൻ തുടങ്ങിയിട്ട്, എന്തേ ഒന്നും ചോദിക്കാത്തത്? ഒന്നും ചോദിക്കാത്തതെന്ത്? ആരാ ചോദിക്കുന്നത്? ഖബറാടാ ചെറുപ്പക്കാരാ. ഉസ്താദേ, ഖബർ സംസാരിക്കുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ, ഖബറിന് നാവുണ്ട് സ്വഹാബാ, ഖബറിന് നാവുണ്ടടോ. ഞാൻ സംസാരിക്കുന്നത് പോലെ
നിങ്ങൾ സംസാരിക്കുന്നത് പോലെ ഖബർ സംസാരിക്കുമടോ. ആരോടാണ് ഖബർ സംസാരിക്കുന്നതെന്നറിയുമോ? അതിന്റെ ചാരത്ത് പോകുന്നവരോട്, അതിന്റെ അടുക്കൽ പോകുന്നവരോട് ഖബർ സംസാരിക്കുമെന്നാണ്. ആ ചിന്തയൊന്നും നമുക്കില്ലല്ലോ. ഖബറാണെന്നുള്ള ഓർമ്മയില്ലല്ലോ. തമാശ പറയുന്നത് അവിടെയല്ലോ, കോമഡി പറയുന്നത് അവിടെയല്ലോ, രാഷ്ട്രീയം പറയുന്നത് അവിടെ നിന്നല്ലോ, കച്ചവടത്തിന്റെ വിഷയം ചർച്ച ചെയ്യുന്നത് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്താ. പടച്ചവനെ നമുക്കൊരു പേടിയില്ലടോ. എന്നാ ഖബറിനെ കുറിച്ച് പഠിക്കണം ബാപ്പാ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാനാ റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ. എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാണ്. ഖബർ കണ്ടാ കരയണേ, ഖബർ കണ്ടാ കരയണേ. ആരാടോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഖബർ കണ്ടിട്ട് കരഞ്ഞവരുണ്ടോ? നിങ്ങളുടെ നാട്ടിൽ ഖബർ കുഴിക്കുന്നവനെ കണ്ടിട്ടുണ്ടോ? അവൻ കരയാറുണ്ടോ സഹോദരാ? മുണ്ടുമടക്കി കുത്തി വീടിയും വലിച്ച് തമാശ പറയുന്നത് ഖബറിനകത്ത് നിന്നിട്ടല്ലേ. പടച്ചവനെ, ഖബർ കുഴിക്കുന്നവന് പേടിയില്ല, മണ്ണ് വെട്ടിയെടുക്കുന്നവന് പേടിയില്ല, ഖബറിനകത്ത് ഇറങ്ങുന്നവന് പേടിയില്ല, പിടിമണ്ണ് വാരി വെക്കുന്നവന് പേടിയില്ല, പലക നിരത്തുന്നവന് പേടിയില്ല, മണ്ണ് വെട്ടിയിടുന്നവന് പേടിയില്ല, ഖബറിന്റെ അടുക്കൽ സിയാറത്തിന് പോകുന്നവനും പേടിയില്ല. എല്ലാവർക്കും തമാശയാടോ. എന്തേ ഖബർ കുഴിക്കുന്നവന് കരയാത്തതിന്റെ കാരണം എന്തെന്നറിയോ? അവൻ അറിയില്ല ഖബറിനെ കുറിച്ച്, ആ ഖബറിന്റെ സ്വഭാവത്തെ കുറിച്ച്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് എന്തെന്നറിയോ? ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില അകില വലാ ശരിബ സുർബാ ഇല്ലാ വഹുവ യബ്കീ വയദ്രിബു അലാ സദരി. ആ ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെങ്ങാണ് നമ്മൾ ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ, ചിരിക്കുന്നത് പോയിട്ട് സുഖിക്കുന്നത് പോയിട്ട് നിന്റെ വീടിനകത്ത് കഴിക്കാൻ ഭക്ഷണം നിന്റെ മുമ്പിൽ കൊണ്ടുവച്ചാ ചിരിക്കുന്നതിന് പകരം കരയും ബാപ്പാ. വയദ്രിബു അലാ സദരി, നെഞ്ചത്തടിച്ചിട്ട് കരയുമെന്ന് നബി തങ്ങളാ പറഞ്ഞത്. അതുകൊണ്ട് സഹോദരാ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരാണെന്ന് പറയാൻ പഠിപ്പിക്കാൻ, ആരാണെന്നറിയാനാ ചരിത്രം പറയുന്നത്. ഖബറിന്റെ ചാരത്ത് കിടന്ന് കരയുകയാണ്. എന്തെങ്കിലും ചോദിക്കും ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഞാനൊരു മനുഷ്യനോട് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയണോ? എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോ ഖബർ പറയുകയാ, മസക്കത്തുൽ അക്ഫാർ. ഖബറങ്ങ് പറഞ്ഞു തുടങ്ങുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുന്നു, പറയല്ലേ പറയല്ലേ പറയല്ലേ. ഖബറിന്റെ മുകളിലേക്ക് പിടഞ്ഞു വീണു വാപ്പാ, നിലവിളിക്കുകയാ. ഖബറിന്റെ മുകളിൽ കിടന്ന് നിലവിളിക്കുകയാ. ആ കരച്ചൽ കണ്ടിട്ട് ഖബറിന് പോലെ സങ്കടം തോന്നിയടോ. ആ ഖബറാണ് പറഞ്ഞു കൊടുത്തത്, അല്ലദുല്ലുക അലാ അക്ഫാനി ലാ തുബിലാ, രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തെന്ന് അതാ ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല, ഏത് രീതിയിലാണ് കടന്നു വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നല്ല മരണം തരണേ അല്ലാ. അതുകൊണ്ട് ഇവിടത്തെ ഉറൂസിന്റെ അവസാന ദിവസമാണ്. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. എടുക്കടോ ഉപ്പമാര്,
സഹോദരങ്ങളെ എടുത്തോ, വാപ്പമാരെ അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പം നിങ്ങൾ എടുത്തോ. ഒരിക്കലും നഷ്ടമാകില്ല, ഒരിക്കലും നഷ്ടമാകില്ല. പടച്ചവനല്ലേ കൊടുക്കുന്നത്. ഇത് കൊടുക്കുന്നത് കൊണ്ട് നേട്ടം നിനക്കാണല്ലോ. അസ്സദഖത്തു തുറത്തിൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. വരാനിരിക്കുന്ന അപകടങ്ങളുണ്ടല്ലോ, മാരകമായ രോഗങ്ങളുണ്ടല്ലോ. പടച്ചവനെ, ഇന്നൊരു കുടുംബത്തിൽ ഒരാൾക്ക് ക്യാൻസർ ആണോ, കുടുംബത്തിൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ട്, കിഡ്നി രോഗം പിടിച്ചവരുണ്ട്, കരൾ രോഗം പിടിച്ചവരുണ്ട്, ശരീരം തളർന്നു കിടക്കുന്നവരുണ്ട്. ഏതെല്ലാ രീതിയിലുള്ള രോഗികളെയാ കണ്ടത്. പടച്ചവനെ, അടുത്ത് ഞാൻ ഇവിടെ പരിസരത്ത് വഅദിന് വന്നിട്ട് തിരിച്ചു പോകുമ്പോ എന്റെ പ്രിയ സുഹൃത്ത് അബറാരി ഉസ്താദ് ഒരു സഹോദരൻ വീട്ടിലേക്ക് കൊണ്ടുചെന്നു. സുബ്ഹാനല്ലാഹ്, ഒരു ഭാഗം മുഴുവനും തളർന്നു കിടക്കുകയാ. ഓടിച്ചാടി നടന്ന ചെറുപ്പക്കാരനാണ്, ഒരു ഭാഗം മുഴുവനും തളർന്നിരിക്കുന്നുണ്ട്. ആ ചെറു സഹോദരൻ തന്റെ തല കാണിച്ചു തരികയാണ്. ഉസ്താദേ, എന്റെ തല കീറിയിട്ട് തലച്ചോറെടുത്ത് വയറ്റിലാണ് കുറച്ചു നാൾ വെച്ചിരുന്നത്, പിന്നെ അതെടുത്ത് തലയിൽ വെച്ചു. ഇത് പടച്ചവനെ, ഇതുപോലെ സങ്കടം പറയുന്ന എത്ര പേരാണ്. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, മാരകമായ രോഗങ്ങൾ കാരണം പ്രയാസപ്പെടുന്നവരുണ്ടോ? ഇന്നും വാട്സപ്പിൽ ദുആ വസിയത്ത് വന്നു. എറണാകുളം ലക്ഷർ ഹോസ്പിറ്റലിൽ ക്യാൻസർ വന്നിട്ട് കിടക്കുന്ന ഒരു കുടുംബം. ഉസ്താദേ, ദുആ ചെയ്യാറ്. പടച്ചവനെ, ഡോക്ടറോട് പറയുന്നു പൈസയില്ല, ഇനി ചികിത്സിക്കാൻ പൈസയില്ലെന്ന് പറയുന്ന അവസ്ഥ. അല്ലാഹുവേ, ശിഫ കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഈ മഖാമിൽ വഅദ് കേൾക്കാമെന്നതല്ല, ഇന്നത്തെ ദുആ പ്രതീക്ഷിച്ചു വന്നവരാണ്. ഒരുപാട് പ്രയാസമുള്ളവരുണ്ട്, ഒരുപാട് രോഗമുള്ളവരുണ്ട്. ഉസ്താദേ, ഏത് മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ല. സങ്കടം പറയുന്ന മുസ്ലിമേ, നീ ഒരുപാട് പണം ചെലവഴിച്ച് മരുന്ന് വാങ്ങി കഴിച്ചിട്ട് മാറാത്ത രോഗം മാറാറ് നിബിധങ്ങൾ ഒരു വഴി പറഞ്ഞു തരികയാണ്. ഏത് രോഗത്തിനും മരുന്നുണ്ടോ, ഏത് രോഗത്തിനും മരുന്നുണ്ടോ. ഏതു മാറാത്ത രോഗവും മാറാനുള്ള മരുന്ന് എന്തെന്നറിയുമോ? നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ഒരുപാട് രോഗവുമായി നടക്കുന്നവരുണ്ട്. ഉസ്താദേ, എത്രയോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, എൻ്റെ അസുഖം മാറുന്നില്ല, എൻ്റെ രോഗം മാറുന്നില്ല. രോഗം മാറാൻ ഞാനൊരു മരുന്ന് പറഞ്ഞു തരട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സദക്ക കൊടുത്തിട്ട് അവര് ചികിത്സിക്കും. ഇപ്പൊ നിങ്ങളിവിടെ ഇരിക്കുന്നു, ഈ ബക്കറ്റ് മുമ്പിൽ വരുമ്പോ ചിലര് കണ്ട പരിചയം പോലും കാണിക്കൂല, തിരിഞ്ഞു പോലും നോക്കൂല. എന്നാ നിങ്ങളൊന്ന് ചിന്തിക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റി, ഞാൻ ചോദിക്കട്ടെ, ഡോക്ടർ ക്യാൻസറിന്റെ ടെസ്റ്റിന് പറഞ്ഞു, ഡോക്ടർ ക്യാൻസറിന്റെ ടെസ്റ്റിന് പറഞ്ഞു, നിന്റേത് ടെസ്റ്റിന് അയച്ചു, നീ പൈസ കൊണ്ടുവന്ന് ഖതീബിന്റെ കൈ കൊടുത്തിട്ട് പറയൂ, ഉസ്താദേ ക്യാൻസറിന്റെ ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്, രക്ഷപ്പെടാൻ ദുആ ചെയ്യണം. അപ്പൊ നിനക്കറിയാം സദക്ക കൊടുത്താൽ രക്ഷപ്പെടുമെന്ന്. ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വരുമ്പോ, ദുരിതം വരുമ്പോ, കീറണമെന്ന് പറയുമ്പോ, മാരകമായ രോഗം വരുമ്പോ സദക്ക കൊടുത്ത് ദുആ ചെയ്യാൻ അറിയാം. ഇതാ നബിതങ്ങൾ പറഞ്ഞത്, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, അവർക്ക് രോഗം വന്നാൽ അവര് സദക്ക കൊടുക്കും. എന്ത് തിരിയാത്തത്? ഞാൻ ഇന്ന് വരുമ്പോൾ അബ്രാരി എന്നോട് പറഞ്ഞു, ഉസ്താദെ, ഈ ബേക്കൽ ഭാഗത്തെങ്ങാണ്ടുള്ള ചെറുപ്പക്കാരൻ, ഉസ്താദെ ഉമ്മ മരണപ്പെട്ടു പോയി, വാപ്പയും മരണപ്പെട്ടു പോയി, ഇപ്പം ആ ചെറുപ്പക്കാരൻ്റെ ഒരു കാലിന് ക്യാൻസർ എങ്ങാണ്ട് വന്നിട്ട് വളരെ പ്രയാസത്തിൽ കിടക്കുന്നു, കല്യാണം പോലും കഴിച്ചിട്ടില്ല. അള്ളാഹു പൊന്നുമോന് ശുഭ കൊടുക്കുമാറാകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. പനി പടരുന്നത് പോലെ ക്യാൻസർ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കുടുംബത്തിലൊരു ക്യാൻസർ രോഗി എന്ന കണക്കാണെന്ന്. അതുകൊണ്ട് അൽഹംദുലില്ലാ, ഉറൂസിൻ്റെ അവസാന ദിവസമാ, സംഘാടകർ ബക്കറ്റുമായിട്ട് മുമ്പിലേക്ക് വരുന്നു. അൽഹംദുലില്ലാ, അള്ളാഹു തന്നതിൽ നിന്ന്, നിന്റെതല്ല, അല്ല തന്നതിൽ നിന്ന് ഒരൽപ്പം എടുത്ത് ഈ ബക്കറ്റിൻ്റെ അകത്തിട്. അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ആരാ ബക്കറ്റുമായിട്ട് പോണേ? ആ, സബ് ജൂനിയർ വിഭാഗമാ. ആ ബക്കറ്റ് നേരെ പിടിക്കാൻ വയ്യാത്ത പയ്യൻ്റെ കയ്യിലാണ് അപ്പോൾ ബക്കറ്റ് കൊടുത്ത് വിടുന്നത്. മോനെ ഷാ അല്ലാ, എൻ്റെ പേരെന്തരാ? ഷാമില്. നിനക്ക് സ്വർഗത്തിൽ പോകണോ? എങ്കിൽ ഈ ഇരിക്കണ എല്ലാവരുടെ മുമ്പിൽ പോയിട്ട് ഒരു നാണവും ഇല്ലാതെ ബക്കറ്റ് പിടിച്ച് പൈസ മേടിച്ചോണം.
ഈ ബക്കറ്റ് പിരിവ് നടത്തിയാൽ നിനക്ക് സ്വർഗത്തിൽ പോകാം. അള്ളാഹുവിന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. സ്പീഡൊന്നും ഇല്ല, പതുക്കെ നിന്ന് മേടിച്ചോട്ടോ. ബിസ്മില്ലാ, ഇവിടുന്ന് മേടിച്ചിട്ട് ഇപ്പോൾ കൊല്ലാരെയുന്നു. അൽഹംദുലില്ലാ. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ആരോ ചോദിച്ചു, ആയിഷ, നിന്റെ ഭർത്താവിൻ്റെ സ്വഭാവം എന്തായിരുന്നു? നിന്റെ ഭർത്താവിനെ കുറിച്ച് നിനക്ക് എന്തേ പറയാനുള്ളത്? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി, കാന ഖുലുഖുഹു ഖുർആൻ, എൻ്റെ ഭർത്താവ് ഖുർആനായിരുന്നു. അതുകൊണ്ട് ഈ വഅദ് കേൾക്കാൻ വന്നവരോട് ഞാൻ പറയുകയാ, നീ മരിച്ചാൽ നീ നല്ലവനായിരുന്നു എന്ന് സാക്ഷി പറയേണ്ട രണ്ടാമത്തെ ആള് ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ പറയാ, നിങ്ങൾ മരണപ്പെട്ടു പോയാൽ നിങ്ങൾ നല്ലവരായിരുന്നു എന്ന് പറയേണ്ട രണ്ടാമത്തെ വ്യക്തി അത് നിന്റെ കൂടെ കിടന്ന നിന്റെ ഭാര്യയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ രണ്ടാമത് സാക്ഷി പറയേണ്ടത് ആരാ? ഒന്ന് പറയടോ, ആരാ? 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 നിങ്ങളുടെ കൂടെ കിടക്കുന്ന ആമിനയില്ലേ, നീ മഹർ കൊടുത്ത് വിവാഹം കഴിച്ച നിന്റെ ഭാര്യ പറയണം നീ നല്ലവനായിരുന്നു എന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പറയോ? ആലോചിക്കേ, പറയോ? അവൾ ആരെക്കുറിച്ച് പറഞ്ഞാലും നമ്മളെ കുറിച്ച് പറയൂല. ലോകത്ത് ആരെക്കുറിച്ച് നല്ലത് പറഞ്ഞാലും നമ്മളിൽ അധികം പേരുടെയും ഭാര്യമാര് പറയുമോ ഇല്ലയോ? നിന്റെ സർവ്വതും അവക്കറിയാം. നാട്ടുകാരുടെ മുമ്പിൽ കതറ് വിട്ട് നെളിഞ്ഞു കിടക്കുക നമ്മളൊക്കെ അല്ലേ, വലിയ ആളെ പോലെ. പക്ഷെ നിന്റെ യഥാർത്ഥ ഗുണം എന്താന്ന് പെണ്ണുമ്പിള്ളേക്കല്ലേ അറിയത്തുള്ളൂ. അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. പറയോ നമ്മുടെ ഭാര്യ? ഒന്നാലോചിക്ക്. ഇന്ന് വയതെല്ലാം കഴിഞ്ഞ് ചുമ്മാതെ രാത്രി വീട്ടിൽ പോയിട്ട് എല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന സമയത്ത് ചുമ്മാതെ ഒന്ന് ചോദിക്കണം, എൻ്റെ പൊന്നാര ആയിഷ, എടി ഞാൻ മരിച്ച നീ എൻ്റെ അള്ളാഹുടെ മുമ്പിൽ വരുമ്പോൾ എനിക്ക് വേണ്ടി സാക്ഷി പറയുമെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പൊന്നാര ചങ്ങാതി, പറയണമെങ്കിൽ നീ എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്യണ്ടേ? ആ ഭാര്യ നിന്നെക്കുറിച്ച് അള്ളാഹുടെ മുമ്പിൽ പോയിട്ട് നീ നല്ലവനായിരുന്നു എന്ന് പറയാൻ എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ വേണ്ട? എന്ത് യോഗ്യതയാ ഉള്ളത്? എന്ത് യോഗ്യതയാ നമുക്കുള്ളത്? നമ്മൾ എന്താ ജീവിതത്തിൽ ചെയ്യുക? അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദാണ് ഷാ ഉസ്താദ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സുഖമില്ലാതെ വളരെ പ്രയാസത്തിലൊക്കെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ മഖാമിൽ കിടക്കുന്ന മഹാന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഉസ്താദന്മാരിരിക്കുന്ന മജ്ലിസിൽ വഅദ് പറയാന്ന് വെച്ചാൽ അതൊരു ഭാഗ്യമല്ലേ? നമ്മുടെ ഉസ്താദന്മാരിരിക്കുന്ന മജ്ലിസിൽ വഅദ് പറയാന്ന് വെച്ചാൽ. പക്ഷെ പേടിയാടോ, പഠിക്കണ കാലത്ത് ഒരുപാട് തല്ലു കൊണ്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു പേടിയുണ്ട്. ഉസ്താദന്മാരൊക്കെ, പണ്ടത്തെ ഉസ്താദന്മാരൊക്കെ പഠിച്ചില്ലെങ്കിൽ തല്ലൂലേ? ഇപ്പോഴത്തെ ഉസ്താദന്മാരും തല്ലൂലല്ലേ? ഇപ്പം തല്ലിയ ഉസ്താദ് അകത്ത് കിടക്കുന്ന കാലമാണ്. പണ്ടങ്ങനല്ലല്ലോ, പഠിച്ചില്ലെങ്കിൽ ഉസ്താദന്മാർ തല്ലും. അള്ളാഹു ആ തല്ലൊക്കെ ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ ആരായനല്ലേ? അള്ളാഹു നമ്മുടെയൊക്കെ ഗുരുനാഥന്മാർ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അബ്രാരിയൊക്കെ എത്ര അടിയുണ്ട്. ഞാനും അബ്രാരി ശരീക്കന്മാരാ. എത്ര തല്ലുകൊണ്ട് പത്തനാപുരത്ത് കോളേജിലൊക്കെ ഒരുപാട് അടികൊണ്ടവരാ. പക്ഷെ അതിലൊക്കെ പ്രയോജനം ഉണ്ടായി, അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെ മരണപ്പെട്ടു പോയ ഉസ്താദന്മാരുടെ ഖബറിടം സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ പൊരുത്തം നമുക്ക് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മുടെ ഭാര്യ പറയണം നമ്മൾ നല്ലവനായിരുന്നു എന്ന്. പറയോ? നാലിച്ച് നോക്ക്, പറയോ ഇല്ലയോ എന്ന്. ചുമ്മാതെ ഒന്ന് ചോദിച്ചു നോക്കിയാൽ പറയോ എന്ന്. ഇവിടെ പറയണമെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും വേണ്ടേ? അവളെ കാണാൻ എന്തെങ്കിലും വേണ്ടേ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ പറയാ, അള്ളാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എൻ്റെ ഭർത്താവിനെ പോലെ അള്ളാഹിനെ പേടിയുള്ള ഒരാളെ. ഭർത്താവിനെ കുറിച്ച് ഭാര്യ പറയണം, എൻ്റെ ഇച്ഛ ഏത് രാത്രി വന്ന് കിടന്നാലും സുബഹി നിസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കും, ഒരു വഖത്ത് പോലും മുടക്കൂല എൻ്റെ ഇക്ക. ഞാൻ ചിലപ്പോൾ നിസ്കാരം മുടക്കും, എൻ്റെ ഇക്ക മുടക്കില്ല, കാരണം എൻ്റെ ഇക്ക അള്ളാഹിനെ പേടിയുള്ളവനാ. പറയാൻ കഴിയണം. അങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടി ജീവിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ അതല്ലത് നാട്ടുകാരൊന്നും പറയൂടോ. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ചിലർ നാട്ടുകാരുടെ മുമ്പിൽ സ്വന്തം ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാത്ത ഭർത്താക്കന്മാരില്ലേ? സ്വന്തം അവിടെ ഓടി നടന്ന് കെട്ടുന്ന ചങ്ങാതിമാരുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. 1, 2, 3 പെണ്ണൊക്കെ കെട്ടും. എടാ, അവിടെ ഇവിടെയും പോയി പെണ്ണ് കെട്ടുന്നതിൽ കാര്യമൊന്നുമില്ല, ചെലവിന് കൊടുക്കണം. ചില ചങ്ങാതിമാർ വേണമെങ്കിൽ നാട്ടുകാർക്കും സംഘടനയൊക്കെ കൊടുക്കും. പെണ്ണുമ്പിള്ളയ്ക്ക് ചെലവിന് പോയിട്ട് ഒന്നും പാപം അള്ളാഹു ഫക്കീറിനെ പോലെ നടക്കണം, ഒന്നും കൊടുക്കാത്തുണ്ട്. ചുമ്മാതല്ല പെണ്ണുങ്ങളൊക്കെ അടിച്ചു മാറ്റുന്നത് പൈസ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഭർത്താവിന്റെ പൈസ മൂട്ടിക്കുന്ന പെണ്ണുങ്ങൾ, അടിച്ചു മാറ്റുന്ന പെണ്ണുങ്ങളില്ലേ? മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നബിതങ്ങളുടെ മുമ്പിൽ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ ഭർത്താവ് അബൂ സുഫിയാൻ എല്ലാവരുടെ മുമ്പിൽ വലിയ ആളൊക്കെ തന്നെയാ, പക്ഷെ ചെലവിനൊന്നും തരൂല നബിയെ. എൻ്റെ ഭർത്താവ് നാട്ടുകാരുടെ മുമ്പിലൊക്കെ വലിയ അറിയപ്പെടുന്ന വലിയ ആളാ, പക്ഷെ ചെലവിന് തരത്തില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ എടുക്കാറുണ്ട് നബിയെ. അത് അനുവദനീയമാണോ? ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കാറുണ്ട് ഹിന്ദ്. അപ്പം അത് അനുവാദം ഉള്ളതാണോ, പാപമാണോ, അതോ മോഷണമാണോ, അത് അനുവാദം ഉള്ളതാണോ എന്നറിയാൻ വേണ്ടി മസ്തല ചോദിച്ചു. നബി തങ്ങൾ മസ്തല പറഞ്ഞു കൊടുത്തു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ വേണ്ടെന്ന് പറയും, കാരണം പെണ്ണുമ്പിള്ളമാരാ. പെണ്ണുങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ഭർത്താവിൻ്റെ പൈസ എടുക്കുന്ന സഹോദരിമാരുണ്ടല്ലോ. അപ്പൊ ഹിന്ദ് റളിയല്ലാഹു തആല പറഞ്ഞത്, എനിക്ക് ചെലവിന് തരത്തില്ല, ഒന്നും എനിക്ക് തരത്തില്ല നബിയെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ളത് എടുക്കാറുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, നിനക്ക് ആവശ്യമുള്ളത് നീ എടുത്തുകൊള്ളാൻ മഹാനായ നബിയിന റസൂലുള്ളാഹി. എങ്ങനെ മഹാനായ നബിയിന റസൂലുള്ളാഹി? അവിടെ ഒരു വെട്ടുണ്ട്, ആവശ്യമുള്ളതേ എടുക്കാവൂ. ഭർത്താവിനെ എത്തിങ്ങാനേലാക്കിയേക്കരുത്. അടാ എടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അടങ്കലോട് എടുത്തേക്കരുത്. ആവശ്യമുള്ളത് ചുമ്മാ എനിക്ക് പഠിച്ചവനെ ഒന്ന് റീചാർജ് ചെയ്യാൻ പൈസ വെച്ചാൽ കൊടുക്കത്തില്ല. ഒരു 50 രൂപ വല്ലപ്പോഴും പൊക്കിയില്ലേ, ഒരു ചുരിദാർ വാങ്ങാനൊരു കാരണം കൊടുക്കണമല്ലോ. ആ പാവങ്ങൾക്ക് നമ്മളല്ലാതെ ആര് കൊടുക്കാനാ? നമ്മളല്ലേ നമ്മുടെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ടത്, അല്ല നാട്ടുകാർക്കല്ലല്ലോ. അല്ല, സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും അല്ലേ കൊടുക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൂക്ഷിച്ചോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ബക്കറ്റ് പിരിവെല്ലാം കഴിഞ്ഞില്ലേ? ബക്കറ്റ് പിരിവ ചങ്ങായി ഇതുവരെ എത്തിയില്ലയോടാ? അൽഹംദുലില്ലാഹ്. അള്ളാഹു സദഖ കൊടുത്ത് എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ മാസമാണ് റജബും ഷഅബാനും. എല്ലാവരും ദുആ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ ഇല്ലേ? ബർക്കത്തിന് ദുആ ചെയ്യാറുണ്ടോ? ഈ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും അറിയാവോ? എടാ, ജാഗ കിട്ടലല്ല ബർക്കത്ത്. പണക്കെട്ടി ഇങ്ങനെ അടിക്കടിക്ക് നോട്ട് കിട്ടുന്നതിനല്ല ബർക്കത്ത് എന്ന് പറയുന്നത്. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? അള്ളാഹു തന്നത് നിലനിന്ന് കിട്ടല ബർക്കത്ത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഹംദക്കിൽ കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും പട്ടിണിയില്ല. നബിതങ്ങളും സ്വഹാബത്തും എല്ലാവരും പട്ടിണിയില്ല. വിശപ്പ് സഹിക്കാൻ കഴിയാതെ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് കമീസ് പൊക്കിയിട്ട് കാണിച്ചു, നബിയെ, വിശപ്പ് സഹിക്കാൻ പറ്റാതെ വയറ്റത്ത് കല്ല് കെട്ടിയിട്ടാണ് ഞങ്ങൾ നടക്കണേ. ഞങ്ങൾ ഈ കിടങ്ങ് കുഴിക്കുന്നത് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടാണ് ഞങ്ങൾ കിടങ്ങ് കുഴിക്കുന്നത്, വിശക്കുന്നു നബിയെ. നബിതങ്ങളുടെ മുമ്പിൽ സ്വഹാബത്ത് വന്ന് സങ്കടം പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു പറയാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നബിതങ്ങൾ തന്റെ കമീസ് പൊക്കി കാണിച്ചു. 2 കല്ല് വയറ്റത്ത് വെച്ച് കെട്ടിയിരിക്കുന്നു. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുവോ? നമുക്കൊന്നും അറിയത്തില്ലടോ. വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുവോ എന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. എന്നാൽ നമുക്കറിയുന്ന ഒന്നുണ്ട്. നമ്മുടെ വാപ്പായിക്ക് അരയിൽ കെട്ടുന്ന ഒരു പച്ച ബെൽറ്റ് ഉണ്ടായിരുന്നു. ഉണ്ടോ? നിങ്ങൾക്ക് എന്താ പറയാ, ഒരു ബുദ്ധിമുട്ടുണ്ടോ? വാപ്പായ്ക്ക് ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നോ? ഇത് നിധി സൂക്ഷിക്കാനുണ്ടതായിരുന്നോ? അല്ല. വാപ്പ അതങ്ങോട്ട് അരയിൽ കെട്ടിയ നേരെ നിൽക്കും. വാപ്പയുടെ അരയിലേക്ക് ആ ബെൽറ്റ് അങ്ങോട്ട് മുറുക്കി കെട്ടിക്കഴിഞ്ഞാൽ വാപ്പ നേരെ നിൽക്കും. ആ ബെൽറ്റിന് അത്ര പവർ ഉണ്ടെങ്കിൽ കല്ലിനും പവർ ഉണ്ടോ? അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നബിതങ്ങളുടെ ഈ അവസ്ഥ കണ്ടിട്ട് സഹാബത്തിന് വലിയ സങ്കടമായി. ജാബിർ തങ്ങളാണെന്ന് തോന്നുന്നു. നേരെ വീട്ടിൽ ചെന്നിട്ട് തൻ്റെ ഭാര്യയോട് പറഞ്ഞു, നബി പെണ്ണെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പട്ടിണിയില്ല, വയറ്റത്ത് കല്ല് വെച്ചിട്ട് നബി തങ്ങൾ നിൽക്കണ്ട, പാപം, വല്ലതും തിന്നാനുണ്ടോ? അപ്പൊ പറഞ്ഞു, ഇത്തിരി മാവിരിക്കുന്നുണ്ട്, റൊട്ടി ഉണ്ടാക്കാം, ഇത്തിരി ഇറച്ചിക്കറിയുണ്ട്, കറി വെക്കാം, പോയി വിളിച്ചിട്ട് വരാം. എന്നാ കറി റെഡിയാക്കാൻ പറഞ്ഞു. മഹാനായ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ പോയിട്ട് പതുക്കെ പോയിട്ട് പറഞ്ഞു, നബിയെ,
എൻ്റെ വീട്ടിൽ ഇത്തിരി ചപ്പാത്തിയും ഇറച്ചിക്കറിയുണ്ട്, വാ നബിയെ പോയി കഴിക്കാം. പള്ളിയിലെ ഖത്തീമിൻ്റെ അടുത്ത് വന്നിട്ട് ഉസ്താദ് നിങ്ങൾ മാത്രം വന്ന് വിളിക്കണ പോലെ, അസിസ്റ്റന്റ് ഇമാമ എല്ലാ ഉസ്താദന്മാരും ഉണ്ടല്ലോ, കാരണം വെച്ചാൽ ഉസ്താദിന് മാത്രമേ ഉള്ളൂ. നബി തങ്ങളോട് പറഞ്ഞു, നബി തങ്ങളെ എൻ്റെ വീട്ടിൽ അല്പം ഇത്തിരി റൊട്ടിയുണ്ട്, ഇത്തിരി കറിയുണ്ട്, വരാൻ. ഇത് കേൾക്കേണ്ട താമസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൈക്കി വിളിച്ചു പറയണ പോലെ വിളിച്ചു പറഞ്ഞു, സഹാബ എല്ലാവരും വരാൻ, ഭക്ഷണം ഉണ്ടെന്ന്. ഈ സഹാബി പറഞ്ഞു, നബിയെ 3 പേർക്ക് തിന്നാനുള്ളതേ ഉള്ളൂ, 3 പേർക്ക് കഴിക്കാം, അത്രേ ഉള്ളൂ. നബി തങ്ങൾ പറഞ്ഞു 80ഓളം വരുന്ന സഹാബത്ത് വരാൻ പറഞ്ഞു. ഞാൻ വന്നിട്ട് നീ റൊട്ടി ചുട്ടാൽ മതി, മാവ് അവിടെ തന്നെ വെച്ചേരെ, ഇറച്ചിക്കറി അടുപ്പിൽ നിന്ന് എടുക്കരുത്, അവിടെ വെക്കാൻ. നബി തങ്ങൾ പോയി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റൊട്ടി ചുടാൻ തുടങ്ങി, കറി കോരി കൊടുക്കാൻ തുടങ്ങി. 10 പേര് വന്നിട്ടിരുന്ന് കഴിക്കാൻ തുടങ്ങി. ആ 80ഓളം പേരും അത് കഴിച്ചു, ബാക്കിയും വന്നു. ഇതിനാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് നല്ലവനായിരുന്നു എന്ന് സാക്ഷി പറയേണ്ട രണ്ടാമത്തെ ആളാരാന്നറിയുമോ? നമ്മുടെ കൂടെ കിടന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ചവനെ മൂന്നാമതായി സാക്ഷി പറയേണ്ടത് 1 കൂട്ടുകാരനാണ്, 2 ഭാര്യയാണ്, 3ാമത്തത് ആരാണെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും യുദ്ധം കഴിഞ്ഞു വരികയാണ്. നബി തങ്ങളും സ്വഹാബത്തും യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോ ആ യുദ്ധത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുണ്ട്. അതാ യുദ്ധം കഴിഞ്ഞു മടങ്ങി വരികയാണ്. പടച്ചവനെ യാത്രയാണല്ലോ, അതാ യാത്ര ഒരു സ്ഥലത്ത് നിർത്തുകയാണ്. അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കടന്നു പോവുകയാണ്. അങ്ങനെ പ്രവാചകനും സ്വഹാബത്തും അവിടെ നിൽക്കുകയാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഇറങ്ങി പോവുകയാണ്. അതാ ആയിഷ ബീബി തന്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു തിരിച്ചു വന്ന് അതാ തന്റെ ഒട്ടകത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്, തന്റെ വാഹനത്തിലേക്ക് കയറുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കയറുന്നത് നബി തങ്ങളും സ്വഹാബത്തും എല്ലാവരും കണ്ടു. പടച്ചവനെ ആയിഷ ബീബി കയറി കഴിയുമ്പോ ആണുങ്ങൾ എല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോവുകയാ. പടച്ചവനെ ഒരുപാട് സമയം കഴിഞ്ഞു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ കഴുത്തിൽ നോക്കുമ്പോ തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല, തന്റെ മാല കാണുന്നില്ലടോ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മനസ്സിലായി, പടച്ചവനെ ഞാൻ പോയ സ്ഥലത്താണ് അത് നഷ്ടപ്പെട്ടതെന്ന്. ആയിഷ ബീബി ആരോടും പറഞ്ഞില്ല. ഓടിച്ചെന്ന് എടുത്തുകൊണ്ട് വരാമെന്ന് കരുതിയിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഇറങ്ങി പോവുകയാണ്. പോയതാരും കണ്ടില്ലടോ, പോയതാരും അറിഞ്ഞില്ലടോ. ആരോടും പറയാതെയാണ് ആയിഷ ബീബി ഇറങ്ങിപ്പോയത്. സുബ്ഹാനല്ലാഹ്. സഹാബത്ത് മുഴുവനും തിരിച്ചു വന്നു. ആയിഷ ബീബി അതിനകത്ത് ഉണ്ടെന്ന് കരുതിയിട്ട് നബി തങ്ങളും സ്വഹാബത്തും യാത്ര തുടരുകയാ. നബിതങ്ങളും സ്വഹാബത്തും യാത്ര തുടരുകയാണ്. പടച്ചവനെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാലയുമായിട്ട് തിരിച്ചു വരുമ്പോ അല്ലാഹുവേ ഒരാളെയും കാണുന്നില്ല. നബിതങ്ങളും സ്വഹാബത്തും പോയിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ ഇരുന്ന് കരയുകയാ. ഒറ്റയ്ക്ക് മരുഭൂമിയുടെ ഒരു ഭാഗത്തിരുന്ന് കരയുകയാണ്. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി വരുന്നത്. സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി പടച്ചവനെ നബിതങ്ങൾ പുറകിൽ വരാൻ നിർത്തിയ സ്വഹാബിയാണ്. എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അത് എടുത്തുകൊണ്ട് വരുന്നതിന് വേണ്ടി പ്രവാചകന് പുറകിൽ വരാൻ പറഞ്ഞു നിർത്തിയ സ്വഹാബി. ആ ചെറുപ്പക്കാരനായ സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി കടന്നു വരുമ്പോ അല്ലാഹ്
ശരീരം മറച്ചുകൊണ്ട് ഒരു പെണ്ണിങ്ങനെ ഇരിക്കുകയാണ്. അവിടെ ഇരുന്ന് കരയുകയാണ്. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, ആരാ? അവിടുന്ന് ആരാണെന്ന് ചോദിക്കുമ്പോ അതാ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറഞ്ഞു, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയാണെന്ന് പറയുമ്പോ സഫ്വാൻ തങ്ങൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹ്. പടച്ചവനെ അവിടുന്ന് ഇന്നാ ലില്ലാഹ് പറയുകയാണ്. ആയിഷ ഉമ്മയോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയോ പടച്ചവനെ ചാടി ഇറങ്ങുകയാണ്. വാഹനത്തിന്റെ മുകളിൽ നിന്ന് ചാടി ഇറങ്ങുകയാ. എന്നിട്ട് പറഞ്ഞു, ഉമ്മ ധൈര്യമായി കേറുമ്മ, ഈ വാഹനത്തിന്റെ മുകളിലേക്ക് കേറുമ്മ, കയറ് പിടിച്ചുകൊണ്ട് മുമ്പിൽ ഞാൻ നടക്കാം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അതാ വാഹനത്തിന്റെ മുകളിൽ കേറാ പറയുകയാണ്. കയറ് പിടിച്ചുകൊണ്ട് ഞാൻ മുമ്പിൽ നടക്കാം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കേറുകയാണ്. സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി ഒട്ടകത്തിന്റെ മുമ്പിൽ കയറ് പിടിച്ചുകൊണ്ട് നടക്കുകയാ. ഒരുപാട് സഞ്ചരിച്ചടോ. നബി തങ്ങൾക്കും സ്വഹാബത്തിനും അപ്പോഴാണ് മനസ്സിലാകുന്നത് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയില്ലെന്ന്, ആയിഷാനെ കാണാനില്ലെന്ന്. എല്ലാവരും വലിയ സങ്കടത്തിലായി. യാത്ര അവിടെ നിർത്തുകയാ. ആയിഷാന് എന്ത് സംഭവിച്ചതെന്നറിയില്ല. അങ്ങനെ എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോ സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നു വരികയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അതാ വാഹനത്തിന്റെ മുകളിലാ. നബി തങ്ങളുടെ ചാരത്ത് വന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നടന്ന കാര്യങ്ങൾ മുഴുവനും വിവരിച്ചു കൊടുത്തു. പടച്ചവനെ സമാധാനമായിടോ. അപ്പോഴാണ് അതാ പടച്ചവനെ മുനാഫിഖീങ്ങളുടെ നേതാക്കളിൽപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു സലൂം എന്ന് പറയുന്ന വൃത്തികെട്ടവനുണ്ടല്ലോ, അവനങ്ങ് പറയുകയാ. രണ്ടുപേരും ചെറുപ്പക്കാരാണല്ലോ, ഒരുപാട് മണിക്കൂർ ഒറ്റയ്ക്ക് സഞ്ചരിച്ച് വന്നതാണല്ലോ, എന്തെങ്കിലുമൊക്കെ നടന്നു കാണുമല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ആയിഷ ബീബിയെ കുറിച്ച് അപവാദം പറയുകയാ. പടച്ചവനെ നബി തങ്ങളും സ്വഹാബത്തും മദീനത്ത് വന്നു. കാട്ടുതീ പടരുന്നത് പോലെ പടരുകയാണ്. അറിഞ്ഞവർ ഷെയർ ചെയ്യുകയാണ്. പടച്ചവനെ ആയിഷ വ്യഭിചരിച്ചെന്ന് പറയുകയാ. പലരും വിശ്വസിക്കാനുള്ള കാരണം പറഞ്ഞത് നബി തങ്ങളുടെ കൂടെ പോയവരാ. പടച്ചവനെ നാട് മുഴുവനും ചർച്ചയായി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് വ്യഭിചരിച്ചെന്ന് സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ സ്വഹാബിയുടെ പേര് ചേർത്തിട്ടാണ് പറയുന്നത്. അല്ലാഹുവേ, എവിടെ നോക്കിയാലും ചർച്ചയാണ്, എവിടെ നോക്കിയാലും ചർച്ചയാണ്. അല്ലാഹുവിന്റെ റസൂലിന് സങ്കടമായിടോ, നബി തങ്ങൾക്ക് സങ്കടമായിടോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം സഹിക്കാൻ കഴിയാതെ മസ്ജിദ് നബവിയുടെ മിമ്പറിലേക്ക് കയറുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനെ പള്ളിയുടെ മിമ്പറിലേക്ക് കയറി. എന്നിട്ട് വിളിക്കുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ എൻ്റെ ആയിഷയെ കുറിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് സഹാബാ. നബി തങ്ങൾ പറയുകയാ, ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എൻ്റെ ആയിഷാനെ എനിക്കറിയാ. പടച്ചവനെ, നബി തങ്ങൾ പറയുകയാ, ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ.
എന്റെ ആയിഷ എങ്ങനെ ചെയ്യൂല? കാരണം ഇന്നലെ വരെ എന്റെ കൂടെ ജീവിച്ചവളാണ്. ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല എന്റെ ആയിഷയുടെ ഭാഗത്ത് നിന്ന് മോശമായ ഒരു പ്രവർത്തനവും ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ആയിഷയുടെ കാര്യത്തിൽ അല്ലാഹു തീരുമാനമെടുക്കട്ടെ. ഞാനൊന്നും പറയുന്നില്ല സഹാബ. പക്ഷേ എനിക്കറിയാം എൻ്റെ ആയിഷാർ ചിലങ്കോട് മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ തങ്ങളുപ്പാന്റെ ഉറൂസിന് കടന്നു വന്ന പെങ്ങള്, മോളെ നിനക്ക് സ്വർഗം വേണോ? നിന്റെ ഭർത്താവ് നിനക്ക് സാക്ഷി പറയണം നീ നല്ലവളാണെന്ന്. നിന്റെ ഭർത്താവ് പറയണം നീ നല്ലവളാണെന്ന്. ഒരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി സാക്ഷി പറഞ്ഞ വജബത്തുൽ ജന്ന, സ്വർഗം നിർബന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ വഅദ കേൾക്കാമെന്നവര് കുടുംബജീവിതം തകർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാ. ഇന്ന് തലാഖ് പറയാ കാരണങ്ങൾ വേണ്ടടോ. എടോ വിശ്വാസം വേണം. കൂടെ കടന്നവളെ വിശ്വസിക്കണം ഭർത്താക്കന്മാര്. 25 കൊല്ലം കൂടെ നടന്നവളെ ഒരു ഫോൺ കോളിന്റെ പേരില്, ഒരു ചാറ്റിങ്ങിന്റെ പേരില്, അല്ലെങ്കിൽ ഒരുത്തനോടൊന്ന് സംസാരിച്ചതിന്റെ പേരില് ഗൾഫിൽ കിടക്കുന്ന ഭർത്താവിനോട് കൂട്ടുകാരനോ അയൽവാസിയോ വിളിച്ചിട്ട് തന്റെ ഭാര്യയെ കുറിച്ച് പറയുമ്പോ അവള് ഫോൺ വിളിച്ചു, അവള് ചാറ്റ് ചെയ്തു, അവള് കറങ്ങി നടന്നു, എന്തെങ്കിലും ഒന്ന് പറയുന്നത് കേട്ടാ എല്ലാം വാരിക്കെട്ടി വീട്ടിലേക്ക് പൊക്കോ. 20 കൊല്ലം കൂടെ ജീവിച്ചവള ഒരു തന്റെ വാക്ക് കേട്ടിട്ട് തന്റെ ഭാര്യയാനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഭർത്താവേ, ചിന്തിക്ക സഹോദരാ, നിനക്കവളെ വിശ്വാസമില്ലാതെ പോയോ? ഇന്ന് വരെ നീ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? അവളുടെ ഭാഗത്ത് നിന്ന് മോശമായ ഒരു പ്രവർത്തനം, നിന്നെ വഞ്ചിക്കുന്ന ഒരു പ്രവർത്തനം, നിന്നെ ചതിക്കുന്ന ഒരു പ്രവർത്തനം നിന്റെ ഭാഗത്ത്, നിന്റെ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുണ്ടോ?